സമ്പത്തിന്റെ അടിത്തറയായി ലോകമെമ്പാടും കണക്കാക്കപ്പെടുന്ന ലോഹമാണ് സ്വർണം. ഇന്ത്യയിൽ നിക്ഷേപകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഇത് വൈകാരികവും സാമ്പത്തികവുമായ സുരക്ഷയുടെ പ്രതീകമാണ്. സമീപ വർഷങ്ങളിൽ സ്വർണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടം ഈ ലോഹത്തിന് ലഭിച്ച പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 10 ഗ്രാമിന് 1 ലക്ഷം എന്ന നാഴികക്കല്ല് പിന്നിട്ടതോടെ ഇന്ത്യൻ വിപണിയിൽ സ്വർണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏവരുടെയും ശ്രദ്ധ 2026 സ്വർണത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലേക്കും സൂചനകളിലേക്കും തിരിഞ്ഞിരിക്കുന്നു. 20ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ബൾഗേറിയൻ പ്രവാചകനായിരുന്ന ബാബ വാംഗയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടും വലിയ ആകാംക്ഷയോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അവരുടെ വാക്കുകൾ വ്യാഖ്യാനിക്കുന്നവർ 2026 ലോകം ഒരു വലിയ ക്യാഷ് ക്രഷ് സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതായത് ഒരു വലിയ ബാങ്കിംഗ് പ്രതിസന്ധിയോ അല്ലെങ്കിൽ പണലഭ്യത സംബന്ധമായ ഗുരുതരമായ പ്രശ്നമോ പരമ്പരാഗത സാമ്പത്തിക സംവിധാനത്തെ തകർത്തെറിയാനിടയുണ്ട് എന്ന സൂചനയാണിത്. ചരിത്രപരമായി നോക്കുമ്പോൾ ഇത്തരം സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത താവളങ്ങൾ തേടും. അത്തരമൊരു സുരക്ഷിത താവളമാണ് സ്വർണം. കാരണം കറൻസിയുടെ മൂല്യം ഇടിയുമ്പോഴും ബാങ്കിംഗ് സംവിധാനങ്ങൾ തകരുമ്പോഴും കൈവശം വയ്ക്കാവുന്നതും അന്താരാഷ്ട്രപരമായി മൂല്യം അംഗീകരിക്കപ്പെട്ടതുമായ ഒരേ ഒരു ആസ്തിയായി സ്വർണം നിലനിൽക്കുന്നു. ഗ്രേറ്റ് ഡിപ്രഷൻ, 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ മുൻകാല പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണ്ണവില 20% മുതൽ 50% വരെ വർദ്ധിച്ച ചരിത്രമുണ്ട്. ബാബ വാംഗയുടെ പ്രവചനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2026 സമാനമായ ഒരു കുതിപ്പ് സ്വർണത്തിന് പ്രതീക്ഷിക്കാം. കേവലം ഒരു പ്രവചനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല സ്വർണ്ണവില കുതിച്ചുയരുന്നത്, മറിച്ച് നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാന കാരണം. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ, നിയന്ത്രണാതീതമായ പണപ്പെരുപ്പം, ഭൗമരാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ, പ്രധാന സമ്പദ് വ്യവസ്ഥകളിലെ വളർച്ചാമാന്ദ്യം എന്നിവയെല്ലാം ആഗോള സാമ്പത്തിക അസ്ഥിരതയുടെ ഭയം വർദ്ധിപ്പിക്കുന്നു. ഒരു സാമ്പത്തിക ഉദാഹരണം പരിഗണിക്കാം. ഒരു രാജ്യത്തിന്റെ കറൻസി മൂല്യം ഇടിയുകയോ പണപ്പെരുപ്പം വഴി പണത്തിന്റെ വാങ്ങൽ ശേഷി കുറയുകയോ ചെയ്യുമ്പോൾ നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം സംരക്ഷിക്കുന്നതിനായി ഡോളർ, ബോണ്ടുകൾ എന്നിവയേക്കാൾ സ്ഥിരതയുള്ള സ്വർണത്തിലേക്ക് തിരിയുന്നു. സ്വർണം ഒരു ഹെഡ്ജായി പ്രവർത്തിക്കുന്നു. ഹെഡ്ജ് എന്നാൽ ഒരു പ്രത്യേക ആസ്തിക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അതിനെതിരെ ഇൻഷുറൻസ് പോലെ സംരക്ഷണം നൽകുന്ന മറ്റൊരു നിക്ഷേപം എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം ശേഖരിക്കുന്നത് അതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക അസ്ഥിരതയോ യുദ്ധമോ ഉണ്ടാകുമ്പോൾ സ്വന്തം കറൻസിക്ക് പകരം പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന റിസർവ് ആസ്തിയായി സ്വർണത്തെ അവർ കണക്കാക്കുന്നു. ബാബ വാംഗയുടെ പ്രവചനത്തെ സാമ്പത്തിക വിശകലനമായി ബന്ധിപ്പിക്കുമ്പോൾ 2026 ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വർണ്ണവിലയിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് ഏകദേശം 25% മുതൽ 40% വരെയാണ്. ഈ കണക്കുകൂട്ടൽ അനുസരിച്ച് സ്വർണത്തിന്റെ വിലയിൽ വരാൻ സാധ്യതയുള്ള വർധനവ് എത്രയെന്ന് ഒന്ന് നോക്കാം. സ്വർണ്ണവിലയുടെ 2026 സാധ്യതകൾ വിലയിരുത്തുമ്പോൾ 10 ഗ്രാം സ്വർണത്തിന്റെ മൂല്യം ഉദ്ദേശം 1 ലക്ഷം എന്ന അടിസ്ഥാന വിലയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പ്രതീക്ഷിക്കുന്ന മിനിമം വർധനവ് 25% ആണെങ്കിൽ 2026 പുതിയ വില 10 ഗ്രാമിന് 1,25,000 ആയിരിക്കും. വർധനവ് പരമാവധി 40% ആണെങ്കിൽ വില 1,40,000 ഉയരും. എന്നാൽ വിശകലന സാധ്യതകൾ പരിഗണിക്കുമ്പോൾ നിലവിലെ അടിസ്ഥാന വിലയേക്കാൾ ഉയർന്ന 1,30,000 എന്നൊരു മൂല്യത്തെ അടിസ്ഥാനമാക്കി 40% വർധനവ് പ്രതീക്ഷിച്ചാൽ 2026 പുതിയ വില 1,82,000 വരെ എത്താൻ സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നു. പ്രമുഖ വിശകലന വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായാൽ 2026 ദീപാവലിയോടെ, അതായത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ 10 ഗ്രാം സ്വർണത്തിന് 1,62,500 മുതൽ 1,82,000 വരെ വിലയെത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ കണക്കുകൾ പുതിയൊരു റെക്കോർഡായിരിക്കും. ഇന്ത്യയിൽ സ്വർണം എന്നത് കേവലം ഒരു ആഗോള ആസ്തി മാത്രമല്ല, അത് ആചാരങ്ങളുടെയും വിവാഹങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിലൊന്നാണ് ഇന്ത്യ. ഉയർന്ന വില നിലവാരം സാധാരണ ഉപഭോക്താക്കളെ താൽക്കാലികമായി സ്വർണം വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ത്രീധനം അല്ലെങ്കിൽ വിവാഹ സമ്മാനം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണത്തിന്റെ ആവശ്യകത കുറയാൻ സാധ്യതയില്ല. ഉയർന്ന വില ഉപഭോഗത്തിന്റെ അളവിൽ കുറവ് വരുത്തിയേക്കാം, പക്ഷേ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കും. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ മൊത്തം നിക്ഷേപം സുരക്ഷിതമാക്കുന്നതിനായി
ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൈവിധ്യവൽക്കരണമാണ്. പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിലുള്ള നഷ്ടസാധ്യത കുറയ്ക്കുന്നതിന് മൊത്തം നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ഭാഗം 10% മുതൽ 15% വരെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് സഹായകമാകും. രണ്ടാമതായി, സ്വർണം വാങ്ങുന്ന രീതി തിരഞ്ഞെടുക്കുമ്പോൾ ഫിസിക്കൽ രൂപങ്ങളെക്കാൾ, അതായത് ആഭരണങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഡിജിറ്റൽ രൂപങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിക്ഷേപ ആവശ്യങ്ങൾക്കായി സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് ETF പോലുള്ള ഡിജിറ്റൽ ഓപ്ഷനുകൾ പരിഗണിക്കുന്നത് പണിക്കൂലിയും മറ്റ് ചെലവുകളും ഒഴിവാക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനമായി, നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രവചനങ്ങളെ മാത്രം ഒരു മാനദണ്ഡമാക്കരുത്. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ പോലുള്ള ജ്യോതിഷ പ്രവചനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ആഗോള പണപ്പെരുപ്പ നിരക്കുകൾ, US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് നയങ്ങൾ, ഭൗമരാഷ്ട്രീയപരമായ സംഭവവികാസങ്ങൾ തുടങ്ങിയ യഥാർത്ഥ സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ സ്വർണത്തിന് സുരക്ഷിത താവളം എന്ന പദവിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. 2026 സ്വർണം വലിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന പ്രവചനം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്നത് വരും മാസങ്ങളിലെ സാമ്പത്തികപരമായ മുന്നേറ്റങ്ങളെ ആശ്രയിച്ചിരിക്കും. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും കണ്ണു നട്ടിരിക്കുന്നത് ഈ മഞ്ഞലോഹത്തിന്റെ തിളക്കത്തിലേക്കാണ്. അനിശ്ചിതത്വത്തിന്റെ ഈ കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ നിത്യമായ ആകർഷണം കൂടുതൽ പ്രകാശിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു പ്രതിവിധി എന്ന നിലയിൽ അതിന്റെ പ്രസക്തിയും വർദ്ധിപ്പിക്കും.